الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى صلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദകരമായ നാളുകളാണ് നമുക്ക് വന്ന് കിട്ടിയിട്ടുള്ളത്. പരിശുദ്ധ റമദാൻ മാസം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ്. അവൻ്റെ ജീവിതത്തിൽ മൗലികമായ മാറ്റങ്ങൾ വരുത്താൻ സഹായകമാകുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടടുക്കാൻ അവന് കൂടുതൽ പ്രയോജനപ്പെടുന്ന, തൻ്റെ ജീവിതത്തിൻ്റെ കറയും അതിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങളുമൊക്കെ പുറത്തു കിട്ടാൻ ഒക്കെ സഹായകമാകുന്ന ഒരു മാസമാണ് വിശുദ്ധ റമദാൻ മാസം. അതുകൊണ്ട് തന്നെ ലോകത്തെങ്ങുമുള്ള മുസ്ലിമീങ്ങൾ ഈ റമദാനിനെ വരവേൽക്കുന്നതിൽ അതിയായ സന്തോഷം പ്രകടിപ്പിക്കുകയും അതിന് ഒരുങ്ങി അതിനാവശ്യമായ സജ്ജീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തുകയും ഒരു പുതിയ തുടക്കം കുറിക്കാൻ വേണ്ടി സന്നദ്ധമായി നിൽക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം റമദാൻ എന്നത് കൊയ്ത്തുകാലമാണ്. കൊയ്ത്തുകാലം എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പുണ്യവും പ്രീതിയും അവൻ്റെ പ്രതിഫലവും കൂടുതലായി നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വളരെ വിശിഷ്ടമായ സന്ദർഭം. അതിൻ്റെ പുണ്യവും അതിൻ്റെ പ്രാധാന്യവും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ തന്നെ അതിലേക്കുള്ള സൂചനകൾ നമുക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല റമളാനു ഫുതിഹത് അബ്വാബുൽ ജന്ന വഗുല്ലിഖത് അബ്വാബുൻ നാർ വസുൽസിലത്തിശ് ശയാത്തീൻ. റമളാൻ സമാഗതമായാൽ, പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ വാതിലുകളാണ് തുറക്കപ്പെടുന്നത്, നരകത്തിൻ്റെ വാതിലുകളാണ് കൊട്ടിയടക്കപ്പെടുന്നത്. മനുഷ്യനെ തിന്മയിലേക്കും തെറ്റായ കുറ്റകരമായ കൃത്യങ്ങളിലേക്കും നയിക്കുന്ന പിശാചുക്കൾക്കാണ് ഈ റമളാനിൽ ചങ്ങലകൾ വീഴുന്നത്. ഇത് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മെ ഉണർത്തിയതാണ്. ഒരു വിശ്വാസി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അടുക്കാനും അവൻ്റെ പ്രീതി കരസ്ഥമാക്കാനും ശ്രമിക്കുകയാണ് എങ്കിൽ അതിന് പറ്റിയ ഏറ്റവും അനുയോജ്യമായ സന്ദർഭവും സമയവുമാണ് വിശുദ്ധ റമളാൻ. എല്ലാ ആളുകളും അല്ലാഹുവിലേക്ക് തിരിയുന്നു, അല്ലാഹുവിൻ്റെ പുണ്യം നേടാൻ ആഗ്രഹിക്കുന്നു,
അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. തെറ്റുകളിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങി പാപരഹിതമായ ഒരു ജീവിതം, അതിനുള്ള തുടക്കം കുറിക്കാൻ എല്ലാവരും ഒരു പശ്ചാത്താപ മനസ്സോടുകൂടി അള്ളാഹുവിൻ്റെ വജ്ഹിനെ ഉദ്ദേശിച്ചുകൊണ്ട് പുറപ്പെടുന്നു. ഇതാണ് ഈ റമദാനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ പുണ്യം അപാരമാണ്. സാധാരണഗതിയിൽ മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് കൂടുതൽ കൂടുതൽ വാരിക്കോരി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു മാസമാണ് വിശുദ്ധ റമദാൻ മാസം. തിരുമേനി അതിനെ വിശേഷിപ്പിച്ചത്, ഒരാൾ ഒരു സാധാരണ സുന്നത്ത് അനുഷ്ഠിക്കുകയാണെങ്കിൽ പോലും ഒരു ഫറളിന്റെ കൂലിയാണ് അവന് ലഭിക്കാൻ പോകുന്നത്. ഫറളാണ് അനുഷ്ഠിക്കുന്നത് എങ്കിൽ അവന് അനേകം ഫറളുകൾ നിർവഹിച്ച പുണ്യമാണ് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ആ വിശുദ്ധ റമളാനിന്റെ അവസരം ആർക്കും തന്നെ നഷ്ടപ്പെട്ടു പോകരുത്. അഥവാ ഒരാൾക്ക് പരിശുദ്ധ റമളാൻ മാസത്തിലെ ഈ 30 ദിവസം അല്ലെങ്കിൽ 29 ദിവസം അയാൾക്ക് ആരോഗ്യത്തോടുകൂടി റമളാനിന്റെ എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിക്കാനുള്ള അവസരം കിട്ടി, എന്നിട്ട് ആ മനുഷ്യൻ അത് ഉപയോഗപ്പെടുത്തിയില്ല. റമളാനിൽ നിന്ന് അവൻ പ്രവേശിച്ചതുപോലെ തന്നെയാണ് റമളാനിൽ നിന്ന് അവൻ അവസാനം പിരിഞ്ഞു പോകുന്നത് എങ്കിൽ അവൻ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹം തടയപ്പെട്ടവനാണ്, നിർഭാഗ്യവാനാണ്. അവൻ ഒരിക്കലും തന്നെ അള്ളാഹുവിന്റെ ഔദാര്യം പിന്നീട് പ്രതീക്ഷിച്ചുകൂടാ എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. അപ്പോൾ ഇത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവന് പ്രത്യേകം നിശ്ചയിച്ചു കൊടുത്തതാണ്. എന്റെ അടിമ അവൻ ദുർബലനാണ്, അവന് പലതരത്തിലുള്ള പോരായ്മകളും ഉണ്ടാകും. അവനോട് ഞാൻ നിർബന്ധമായി കൽപ്പിച്ച പല കാര്യങ്ങളും അവൻ അനുഷ്ഠിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടായിരിക്കും. ചെയ്യരുത് എന്ന് ഞാൻ അവനോട് പറഞ്ഞ പല കാര്യങ്ങളും പല സന്ദർഭങ്ങളിലും ഒരുപക്ഷെ അവനിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെ ഒരുപാട് പിഴവുകളും കുറ്റങ്ങളും കുറവുകളുമൊക്കെ എൻ്റെ അടിമകൾക്ക് സംഭവിക്കും. അതുകൊണ്ട് അവർക്കൊരു പ്രത്യേകമായ അവസരം ഞാൻ നൽകി. ആ അവസരത്തിൽ അതിൻ്റെയൊക്കെ പരിഹാരങ്ങൾ ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കട്ടെ എന്ന ഉദ്ദേശത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ റമളാൻ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ദാസന്മാർക്ക് നൽകിയ ഒരു സുവർണാവസരമാണ്. ആ അവസരം അവർ പ്രയോജനപ്പെടുത്തി അവർ നന്നാകുന്നോ, അവരവരുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്നുവോ, അവർ അള്ളാഹുവിലേക്ക് തിരിച്ചു വരുന്നുവോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള ഒരു അവസരം എപ്പോഴും കിട്ടുകയില്ല. നമ്മുടെ പല സുഹൃത്തുക്കളും സഹോദരന്മാരും കഴിഞ്ഞ റമളാനിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ പല ആളുകളെയും നമ്മുടെ കൂട്ടത്തിൽ കാണാൻ സാധിക്കുന്നില്ല. അവരെല്ലാം അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ദുനിയാവിനോട് വിട പറഞ്ഞു. നമ്മളിൽ ആരാണ് അടുത്ത റമളാൻ വരെ ജീവിച്ചിരിക്കുക? ആർക്കാണ് അടുത്ത റമളാനിനെ സ്വാഗതം ചെയ്യാനുള്ള സന്ദർഭം ലഭിക്കുക? ആർക്കും ഒരു നിശ്ചയവുമില്ല. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്, എവിടെ വെച്ചാണ് മരിക്കുക എന്നുള്ളത് ഒരാൾക്കും തന്നെ അള്ളാഹു മനസ്സിലാക്കാനുള്ള ഏർപ്പാട് അവനുള്ള സൗകര്യം ചെയ്തിട്ടില്ല, ആ അറിവ് കൊടുത്തിട്ടില്ല. കണിശമായി ഒരാളുടെ മരണം പ്രവചിക്കുക, ഇന്ന ആൾ ഇത്ര കൊല്ലം ജീവിക്കും, അയാൾ ഇന്ന സ്ഥലത്ത് ഇന്ന കാരണത്താലാണ് മരിക്കുക, ഇത് ആർക്കും തന്നെ അറിയാത്ത കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ലഭിച്ച അവസരം എന്ന് പറയുന്നത് ഇനി വീണ്ടും കിട്ടിക്കൊള്ളണമെന്നില്ലാത്ത ഒരു അവസരമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഓരോ സന്ദർഭവും കിട്ടുമ്പോൾ ആ ഭാഗ്യവാനായ മനുഷ്യൻ കരുതേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കിതാ ഒരു സുവർണാവസരം നൽകിയിരിക്കുന്നു, ഇത് ഞാൻ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. ഇത് പ്രയോജനപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അതിന്റെ അങ്ങേയറ്റത്തെ നഷ്ടം, പരാജയം എനിക്ക് തന്നെയാണ് സംഭവിക്കുക. ആ ഒരു ബോധത്തോടുകൂടി വിശുദ്ധ റമളാനിലേക്ക് പ്രവേശിക്കാനും അതിനെ സ്വാഗതം ചെയ്യാനും അതിൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ റമളാൻ എന്ന് പറയുന്ന ഒരു മാസത്തെ വ്രതാനുഷ്ഠാനം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ഒരു കാര്യമാണ് എന്നും ആ വ്രതാനുഷ്ഠാനം മൂലം തന്നെ അവന്റെ
പഴയ കാല ജീവിതത്തിലെ പോരായ്മകൾ പരിഹരിക്കാൻ അവന് സാധിക്കുമെന്നും നമ്മെ സന്തോഷവാർത്ത അറിയിച്ചിട്ടുണ്ട്. തിരുമേനി പറഞ്ഞു, മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമളാനിൽ ഒരാൾ അല്ലാഹുവിന്റെ പ്രീതിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അല്ലാഹു കൽപ്പിച്ചു എന്നുള്ള ആ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ വ്രതാനുഷ്ഠാനം നിർവഹിക്കുകയാണെങ്കിൽ, നോമ്പ് നിർവഹിക്കുകയാണ് എങ്കിൽ, അനുഷ്ഠിക്കുകയാണ് എങ്കിൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ പാപങ്ങൾ കഴിഞ്ഞു പോയതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വ്രതാനുഷ്ഠാനം, നോമ്പെടുക്കുക എന്ന് പറയുന്നതിന് വേണ്ടി നിശ്ചയിച്ചിരിക്കുകയാണ് ഈ മാസം. സാധാരണഗതിയിലെ പല അമ്പിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് നോമ്പെടുത്ത് വരാൻ വേണ്ടി പറയാറുണ്ട്. അവർക്ക് പ്രത്യേകമായി ചില നിർദ്ദേശങ്ങളോ വേദഗ്രന്ഥങ്ങളോ ഒക്കെ കൊടുക്കുമ്പോൾ, മൂസാ നബി അലൈഹിസ്സലാം തൂരിസീന പർവ്വതത്തിൽ നിന്ന് അള്ളാഹുവിന്റെ 10 കൽപ്പനകൾ ഏറ്റുവാങ്ങിയ ചരിത്രം പരിശുദ്ധ ഖുർആനിലും അതിന്റെ സൂചനയുണ്ട്, ബൈബിളിലും നമുക്ക് കാണാൻ സാധിക്കും. ഈ 10 കൽപ്പനകൾ അടങ്ങുന്ന ഈ ഫലകങ്ങൾ മൂസാ നബി അലൈഹി സ്വലാമക്ക് ഏറ്റുവാങ്ങുന്നതിന് മുമ്പായി ഒരു ആത്മീയമായ ശുദ്ധീകരണം വരുത്തി വാ എന്ന നിർദ്ദേശമാണ് ലഭിച്ചത്. 40 ദിവസത്തെ വ്രതാനുഷ്ഠാനം, നോമ്പെടുക്കുക എന്നുള്ളത് മൂസാ നബി അലൈഹി സ്വലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. അങ്ങനെ ആ നോമ്പെടുത്ത് തന്റെ ശരീരത്തെയും തന്റെ ആത്മാവിനെയും ശുദ്ധീകരിച്ച് അതിനുശേഷമാണ് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാകുന്ന ഈ കൽപ്പനകൾ, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ, ദൈവിക ഗ്രന്ഥം മൂസാ നബി അലൈഹി സ്വലാമക്ക് നൽകുന്നത്. ഈ പരിശുദ്ധ റമളാൻ മാസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആനിന്റെ ആ അവതരണത്തെ സംബന്ധിച്ചുള്ള തുടക്കവും കുറിക്കുന്നത്. ഈ വ്രതാനുഷ്ഠാനം നമുക്ക് നിർബന്ധമാക്കിയതും ഈ പശ്ചാത്തലത്തിലാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ, അത് അല്ലാഹു ഇറക്കിയത് ഈ റമളാൻ മാസത്തിലാണ്. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ആ റമളാൻ മാസത്തിൽ അല്ലാഹു ഇതിൽ ഹിദായത്തും സന്മാർഗവുമൊക്കെ മനുഷ്യർക്ക് വിശദീകരിച്ചു കൊടുത്തുകൊണ്ടുള്ള ഈ വേദഗ്രന്ഥം അവർക്ക് പ്രദാനം ചെയ്തു. അതുകൊണ്ട് ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസുംഹു, ഈ മാസം നിങ്ങൾക്ക് ഹാജരായാൽ, ആ മാസത്തിൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ ഒരു സത്യവിശ്വാസി അതിൽ വ്രതമനുഷ്ഠിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോൾ അല്ലാഹുവിന്റെ വേദഗ്രന്ഥം എന്ന് പറയുന്ന മനുഷ്യ സമൂഹത്തിന് കാലാകാലം ജീവിക്കാൻ ആവശ്യമായ ജീവിതത്തിന്റെ പ്രകാശവും വെളിച്ചവും മാർഗദർശനവും, ഇത് വലിയ ഒരു അനുഗ്രഹമാണ്. ആ മഹത്തായ അനുഗ്രഹം മനുഷ്യന് നൽകിയത് ഈ വിശുദ്ധ റമളാൻ മാസത്തിലാണ്. ആ നന്ദിയുടെ സൂചന കൂടിയാണ് നിങ്ങളുടെ വ്രതാനുഷ്ഠാനം. അപ്പോൾ ആ രൂപത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയമായിക്കൊണ്ട് നിങ്ങൾ വ്രതമനുഷ്ഠിക്കണം. അതാണ് ഈ റമളാൻ മാസത്തിന്റെ മഹത്തായ ഇബാദത്ത് എന്ന് നമ്മെ ഖുർആൻ തന്നെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഈ വ്രതാനുഷ്ഠാനം എന്ന് പറയുന്നത് എല്ലാ കാലത്തും എല്ലാ മനുഷ്യർക്കും ഒരു രൂപത്തിലല്ലെങ്കിൽ വേറൊരു രൂപത്തിൽ അള്ളാഹു ഫറളാക്കിയ കാര്യമാണ്. അതാണ് ആദ്യം നമ്മൾ കേട്ട ആയത്തിൽ തന്നെ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്ക് അല്ലാഹു വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കി. അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ മനുഷ്യർക്കും ജനസമൂഹങ്ങൾക്കും അല്ലാഹു നിർബന്ധമാക്കിയതാണ്. അതിന്റെ ഉദ്ദേശം ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഭക്തി ഉണ്ടാകാൻ വേണ്ടിയാണ്. അപ്പൊ നാം നോമ്പെടുക്കുന്നത് ഈ അള്ളാഹുവിനോടുള്ള ഭക്തി, ഭയം, ദൈവവിശ്വാസം, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണ, ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് വ്രതമനുഷ്ഠിക്കുന്നത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഫറളാക്കിയ ഒരു ഇബാദത്താണ്. ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ടതാണത്. 5 അടിസ്ഥാനങ്ങളിലാണ് ഈ ഇസ്ലാമാകുന്ന ഈ കെട്ടിടത്തെ പണിതിട്ടുള്ളതെങ്കിൽ അതിലെ സുപ്രധാനമായ ഒരു തൂണാണ്
ഷഹ്റു റമളാനിലെ നോമ്പ് എന്ന് പറയുന്നത്, സൗമു റമളാൻ. ഈ നോമ്പ് എല്ലാ ആളുകളും നിർവഹിക്കണം എന്ന് ഫറലാക്കുകയും ചെയ്തു. പ്രത്യേകമായ വിട്ടുവീഴ്ചയുള്ള ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അനിവാര്യമായ സാഹചര്യം ഉണ്ടായതുകൊണ്ട് അത് ഒഴിവാക്കാമെന്ന് മാത്രം. പക്ഷെ അതിനുള്ള പരിഹാര മാർഗങ്ങൾ വേറെ ചെയ്യുകയും വേണം. ആ രൂപത്തിൽ എല്ലാവരും അനുഷ്ഠിക്കേണ്ട ഒരു നിർബന്ധ ഇബാദത്ത് എന്നുള്ള രൂപത്തിലാണ് ഈ റമളാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫർളാക്കിയിരിക്കുന്നത്. വ്രതാനുഷ്ഠാനം എന്ന് പറയുന്നത്, സൗമി എന്ന് പറയുന്നത് നിരാഹാരമല്ല. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും തന്നെ ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ, ഈ ആഹാരപാനീയങ്ങൾ വർജിക്കുക എന്നാണ് നോമ്പ് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. അങ്ങനെ ആഹാരപാനീയങ്ങൾ വർജിച്ചാൽ നോമ്പായി എന്ന് പലപ്പോഴും തന്നെ നമ്മൾക്ക് തോന്നാറുണ്ട്. ആ രൂപത്തിൽ നമ്മുടെ നോമ്പ് ചിലപ്പോഴെങ്കിലും അധപ്പതിച്ചു പോവുകയും ചെയ്യാറുണ്ട്. പക്ഷെ നോമ്പ് എന്ന് പറയുന്നത് ആഹാരപാനീയങ്ങളുടെ വർജന മാത്രമല്ല. ആഹാരപാനീയങ്ങൾ വർജിക്കണം. വകുലു വശ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ സുമ്മ അതിമ്മുസ് സിയാമ ഇലൽ ലൈൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം സൂര്യാസ്തമയം മുതൽ പ്രഭാതോദയം വരെയുള്ള സന്ദർഭങ്ങളിൽ. പിന്നീട് നിങ്ങൾ വ്രതാനുഷ്ഠാനം, ഈ ഭക്ഷണവും കുടിക്കുകയും തിന്നുകയും ചെയ്യുക എന്നൊക്കെ പറയുന്നത് വർജിക്കണം പിന്നീട് മഗ്രിബ് വരെയുള്ള സമയങ്ങളിൽ, ഫജ്ർ മുതൽ മഗ്രിബ് വരെയുള്ള സമയങ്ങളിൽ. ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ. അപ്പൊ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ച കാര്യം തന്നെയാണ്. അത് ഉപേക്ഷിക്കാതിരുന്നാൽ നോമ്പാവുകയില്ല. പക്ഷേ അത് മാത്രം പോരാ. നമ്മുടെ മിക്ക അവയവങ്ങൾക്കും നോമ്പുകളുണ്ട്. ഈ അവയവങ്ങളെല്ലാം ആ രീതിയിലുള്ള നോമ്പ് അനുഷ്ഠിക്കാൻ ബാധ്യസ്ഥവുമാണ്. നമ്മുടെ ഹൃദയത്തിന് നോമ്പുണ്ട്, നമ്മുടെ കണ്ണിന് നോമ്പുണ്ട്, നമ്മുടെ കയ്യിന് നോമ്പുണ്ട്, നമ്മുടെ ചെവിക്ക് നോമ്പുണ്ട്, നമ്മുടെ ശാരീരികമായ അവയവങ്ങൾക്കൊക്കെ നോമ്പുണ്ട്. ഈ ശാരീരികമായ അവയവങ്ങളെല്ലാം അതിൻ്റെതായ ആ നോമ്പ്, അതിൻ്റെതായ നിഷ്ഠയോടുകൂടി അനുഷ്ഠിക്കുമ്പോഴാണ് ആ നോമ്പ് പൂർണ്ണമായ ഒരു നോമ്പായി തീരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച രീതിയിലുള്ള ഒരു നോമ്പായി തീരുന്നത്. അതില്ല എങ്കിൽ നമ്മുടെ ഈ വയറ് മാത്രമേ നോമ്പെടുക്കുന്നുള്ളൂ, മറ്റ് ശാരീരിക അവയവങ്ങളൊന്നും തന്നെ നോമ്പെടുക്കുന്നില്ല. ഇത് ഒരു നോമ്പുകാരൻ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാഹു പറയുന്നു, അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചല്ലോ, മല്ലം യദഅ ഖൗലസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തആമഹു വശറാബഹു. ഒരാൾ ഖൗലുസ്സൂർ, കള്ളവാക്കുകൾ, അതുപോലെ കള്ളപ്രവർത്തനങ്ങൾ, ഈ വ്യാജമായ പ്രവർത്തനങ്ങൾ, വ്യാജം പറയുക, കളവ് പറയുക, തെറ്റായ കാര്യങ്ങൾ പറയുക, തെറ്റായ പ്രവർത്തനങ്ങൾ നടത്തുക, ഇതൊന്നും ഒഴിവാക്കുന്നില്ല എങ്കിൽ മല്ലം യദഅ ഖൗലസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തആമഹു വശറാബഹു. അവന്റെ ഭക്ഷണവും പാനീയവും വർജിക്കണമെന്ന് അള്ളാഹുവിന് ഒരാവശ്യവുമില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയം, ആ ഹൃദയം ഈ നോമ്പിൽ വലിയ പങ്കുകാരനാണ്. ഞാനൊരു നോമ്പുകാരനാണ് എന്നുള്ള ഒരു ബോധം ഈ വ്യക്തിക്കുണ്ടായിരിക്കണം. ഒരു വിശ്വാസിയുടെ നോമ്പിനെയും ഒരു നിരാഹാര വ്രതത്തെയും വേർതിരിക്കുന്നത് ഈ മനസ്സിന്റെ പങ്കാളിത്തമാണ്. പത്രങ്ങളിലും മറ്റുമൊക്കെ ധാരാളമായിട്ട് നമ്മൾ കാണാം, പല അമുസ്ലിം സഹോദരങ്ങളും വ്രതമനുഷ്ഠിക്കുന്നു, 30 ദിവസവും വ്രതമനുഷ്ഠിക്കുന്നു എന്ന് കാണുന്നു. അതുപോലെ തന്നെ പല ആളുകളും അത് ആരോഗ്യത്തിന് നല്ലതാണ്, ആരോഗ്യപരമായിട്ട് ഇപ്പോൾ ഡോക്ടർമാരൊക്കെ അതിന്റെ സവിശേഷതയും അതിന്റെ പ്രാധാന്യവും അതുകൊണ്ടുള്ള ഫലങ്ങളുമൊക്കെ വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ അടിസ്ഥാനത്തിൽ പല ആളുകളും, മുസ്ലിമീങ്ങളായ പല സുഹൃത്തുക്കളും നോമ്പെടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഞങ്ങൾ നോമ്പെടുക്കുക എന്നുള്ള അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അവരെ പോലെ തന്നെ ഞങ്ങൾ നോമ്പെടുക്കുക എന്നുള്ളത്, ആ രൂപത്തിൽ നോമ്പെടുക്കുന്നു. ആ വികാരം തീർച്ചയായും മാനിക്കപ്പെടേണ്ട വികാരമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനൊക്കെ വളരെയേറെ പ്രാധാന്യവും പ്രസക്തിയുമുണ്ട്. അതുകൊണ്ട് നമ്മളത് പ്രചരിപ്പിക്കുകയും അതുപോലെ തന്നെ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യുന്നു. പക്ഷേ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ച ഒരു ഇബാദത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നല്ല.
ആ വ്രതാനുഷ്ഠാനം, റമദാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനം എന്നുള്ള രൂപത്തിൽ അള്ളാഹുവിങ്കിൽ സ്വീകാര്യമാകണമെന്നുണ്ട് എങ്കിൽ, ഒന്ന്, ഈ കർമ്മം ഞാൻ നിർവഹിക്കുന്നത് അള്ളാഹു കൽപ്പിച്ചതുകൊണ്ടും അവന്റെ പുണ്യം ആഗ്രഹിച്ചുകൊണ്ടും മാത്രമാണ് എന്ന വികാരമായിരിക്കണം അതിന്റെ പ്രചോദനം. ഈ വ്രതം ഞാൻ അനുഷ്ഠിക്കുന്നത് എന്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ് എന്ന ഉദ്ദേശത്തിലല്ല വ്രതാനുഷ്ഠാനം ഒരു സത്യവിശ്വാസി നിർവഹിക്കുക. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിർബന്ധമാക്കിയ ഒരു ഇബാദത്താണ്. അവൻ എന്നോട് കൽപ്പിച്ച ഇബാദത്ത് അനുഷ്ഠിക്കാൻ ഞാൻ അവന്റെ ദാസൻ എന്നുള്ള രൂപത്തിൽ ബാധ്യസ്ഥനാണ്. അവൻ എന്നോട് കൽപ്പിച്ചു എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഞാനിത് ചെയ്യുന്നത്. ഇതാണ് ഒരു വിശ്വാസിയുടെ നോമ്പിനെ ഒരു സാധാരണ നിരാഹാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത്, വേർതിരിച്ചു നിർത്തുന്നത്. അപ്പോൾ നമ്മുടെ നിയ്യത്ത് ഇങ്ങനെയായിരിക്കണം. അതുകൊണ്ടാണല്ലോ വിശ്വാസിയുടെ എല്ലാ കർമ്മങ്ങൾക്കും ആ വിശ്വാസവും ഈ മാനസികമായ പങ്കാളിത്തവും അനിവാര്യമാണ്. അല്ല എങ്കിൽ ആ കർമ്മം അള്ളാഹു കൽപ്പിച്ച കർമ്മമാവുകയില്ല. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. എല്ലാ പ്രവർത്തനങ്ങളും അതിന്റെ പ്രചോദനമെന്ത്, അതിന്റെ പിന്നിലുള്ള ലക്ഷ്യമെന്ത്, അതിന്റെ ഉദ്ദേശ്യമെന്ത് എന്നതിനെ ആസ്പദിച്ചാണ് നിലകൊള്ളുന്നത്. ആ കരുത്താണ്, ആ ഉദ്ദേശമാണ്, ആ മാനസിക പങ്കാളിത്തമാണ് ഓരോരുത്തർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാള് നമസ്കാരം പോലെ നമസ്കരിക്കുന്നു, പല കർമ്മങ്ങളും കാട്ടിക്കൂട്ടുന്നു. അയാൾ ഒരു ആരോഗ്യപരമായ ഒരു എക്സർസൈസ് എന്നുള്ള രൂപത്തിലാണ് അത് അനുഷ്ഠിക്കുന്നത് എങ്കിൽ അയാൾക്ക് ആ എക്സർസൈസ് കൊണ്ട് എന്ത് ഫലമാണോ കിട്ടുക ആ ഫലമാണ് കിട്ടുക, അള്ളാഹുവിന്റെ പുണ്യമായിരിക്കുകയില്ല. ഒരാള് സമ്പത്തിൽ നിന്ന് ധനം വിനിയോഗിക്കുന്നു, ധാരാളമായി ആളുകൾക്ക് പലതും കൊടുത്തുകൊണ്ടും സംഭാവനകളും അതുപോലെ ധാരാളമായി സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അയാൾ യഥാർത്ഥത്തിൽ ആളുകളെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നത് എങ്കിൽ ആളുകൾക്ക് അതുകൊണ്ട് സഹായം കിട്ടും, അതിന്റെ സൽകീർത്തിയും പേരുമൊക്കെ ആൾക്ക് കിട്ടും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് എന്റെ ധനത്തിൽ നിന്ന് കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ച ആ കർമ്മമാണ് ഞാൻ അനുഷ്ഠിക്കുന്നത്, അത് ഇത്രയാണ് എന്ന് അവൻ കണക്കാക്കിയിട്ടുണ്ട്. ആ കണക്ക് പ്രകാരം കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അത് ഇന്ന ആളുകൾക്കാണ് കൊടുക്കേണ്ടത്, അത് അവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് എന്റെ ചുമതലയാണ്. ഈ ബോധത്തോടു കൂടിയാണ് ഒരാൾ ആ സക്കാത്ത് ധർമ്മം കൊടുക്കുന്നത് എങ്കിൽ അത് സക്കാത്തായി മാറുന്നു, അത് അള്ളാഹുവിൽ പുണ്യകരമായ ഒരു കർമ്മമായി തീരുന്നു. അപ്പോൾ ഈ ഒരു നീയത്ത്, ഈ നീയത്തുകൾ വളരെയേറെ പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും പുലർച്ചയ്ക്ക് എഴുന്നേറ്റുകൊണ്ട് ആ നോമ്പെടുക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നു. ഇത് നാളെ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അവൻ കൽപ്പിച്ച ഒരു ഫർളായ കാര്യം നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള ആഹാരമാണ് എന്ന ഉദ്ദേശത്തോടു കൂടി നാം ആ ആഹാരം കഴിക്കുന്നു. പിന്നീട് നമ്മൾ ഒരു നിശ്ചിത സമയം വരെ ഇതിൽ നിന്നെല്ലാം തന്നെ വിട്ടകന്നുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ഈ മാനസികമായ പങ്കാളിത്തം തീർച്ചയായും ഒന്നാമതായി ഈ നോമ്പിന് വളരെയേറെ അനിവാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ നാവ്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആരെങ്കിലും കള്ളവാക്കുകൾ അല്ലെങ്കിൽ തെറ്റായ വാക്കുകൾ, ശകാരം, മറ്റുള്ളവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുക, അല്ലെങ്കിൽ മറ്റുള്ളവനെ താറടിച്ച് കാണിക്കുക, ഇങ്ങനെ ഒരുപാട് വിനകൾ നാവുകൊണ്ട് നമുക്ക് സംഭവിക്കാനുണ്ട്. ഒരുപാട് പാപങ്ങൾ മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കുന്നത് അവന്റെ നാവാണ്. മുആദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങളുടെ തൊള്ളയിൽ നിന്ന്, വായിൽ നിന്ന് പുറത്തു പോകുന്ന ഈ വാക്കുകളുടെ പേരിൽ ഞങ്ങൾ പിടികൂടപ്പെടുമോ? ഞങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുമോ ഈ നാവ് കൊണ്ടുള്ള സംസാരത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറഞ്ഞ മറുപടി, സകിലത്തുക ഉമ്മുക യാ മുആദ് ഫഹൽ യുകബ്ബുൻ നാസു അലാ വുജൂഹിഹിം ഫീ നാരി ജഹന്നം ഇല്ലാ ഹസായിദു അൽസിനതിഹിം ഫഹൽ യുകബ്ബുൻ നാസു ഫിന്നാർ. ആളുകളെ നരകത്തിലേക്ക് കൊണ്ടുപോയി എറിയുന്നത്, അതിന് കാരണമായി തീരുന്നത് ഇല്ലാ ഹസായിദു അൽസിനതിഹിം, അവരുടെ നാവുകൊണ്ട് അവർ വിളവെടുപ്പ് നടത്തിയ കാര്യങ്ങൾ തന്നെയല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു. അപ്പോൾ നാവുകൊണ്ട് ചെയ്ത ആ പ്രവർത്തനങ്ങൾ മൂലമല്ലേ ജനങ്ങളിൽ വലിയ ഒരു വിഭാഗവും നരകത്തിലേക്ക് കൊണ്ടെടുത്തെറിയപ്പെടാൻ കാരണമായി തീരുന്നത് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ കളവ് പറയുക അത് നാവിന്റെ ഒരു നിഷിദ്ധമായ കർമ്മമാണ്. ഗീബത്ത് പറയുക, നമീമത്ത് പറയുക, മറ്റുള്ളവരെ പരിഹസിക്കുക, തെറ്റായ രീതിയിൽ
സംസാരിക്കുക, അശ്ലീലങ്ങൾ പറയുക, വികാരങ്ങളെ വ്രണപ്പെടുത്തുക, ഇങ്ങനെ ഒരുപാട് നാവുകൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടുന്ന അനർത്ഥങ്ങളുണ്ട്. നോമ്പുകാരും അല്ലാത്തവരുമൊക്കെ ഒരാളുടെ കുറ്റം പറയുക, ഒരാളെ സംബന്ധിച്ച് ദോഷം പറയുക, തെറ്റായ കാര്യങ്ങൾ പറയുക, യഥാർത്ഥമല്ലാത്ത കാര്യങ്ങൾ പറയുക, ഇതൊക്കെ ധാരാളമായിട്ട് നമ്മൾ ഒരു കച്ചവടത്തിനോ അല്ലെങ്കിൽ മാർക്കറ്റിലേക്കൊക്കെ ചെന്നാൽ നമ്മളെ ചതിക്കാനും അതുപോലെ തന്നെ നമ്മളെ വഞ്ചിക്കാനും നമ്മളെ കൊണ്ട് ഏറ്റവും കെട്ട സാധനങ്ങൾ വാങ്ങിപ്പിക്കാനും വേണ്ടി എന്തെല്ലാം കളവുകളാണ്, എന്തെല്ലാം തരത്തിലുള്ള പ്രചാരണങ്ങളാണ്, പരസ്യങ്ങളാണ് ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ നാവുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിനകളിൽപ്പെട്ടതാണ്, തെറ്റുകളിൽപ്പെട്ടതാണ്. അത് നമ്മൾ വർജിക്കേണ്ടതുണ്ട്. നമ്മുടെ കണ്ണിന് നോമ്പുണ്ട്, നമ്മുടെ കാതിനും നോമ്പുണ്ട്. നമ്മൾ കേൾക്കുന്നത് നല്ല കാര്യങ്ങളായിരിക്കണം, നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലയിലേക്കായിരിക്കണം, നമ്മൾ നോക്കുന്നത് നമുക്ക് അനുവദനീയമായ കാര്യങ്ങളായിരിക്കണം. ഹറാമായ കാര്യത്തിലേക്ക് നോക്കരുത്, ഹറാമ് കാണരുത്, ഹറാമ് ആസ്വദിക്കരുത്. ഇതൊക്കെ നമ്മുടെ കണ്ണുകൊണ്ട് ചെയ്യുന്ന പാപങ്ങളാണ്. സത്യവിശ്വാസികളോട് പറയുക, അതിൽ നിന്നെല്ലാം തന്നെ അവർ ദൃഷ്ടികളെ താഴ്ത്തട്ടെ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും വകുല്ലിൽ മുഅ്മിനാതി യഗ്ളുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളുന ഫുറൂജഹുന്ന. പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ വിശദീകരിച്ചിരിക്കുകയാണ്. സത്യവിശ്വാസികളോട് പറയണം, അവരുടെ ദൃഷ്ടികൾ കാണാൻ പാടില്ലാത്ത, നോക്കാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ നിന്നും വസ്തുക്കളിൽ നിന്നും അവരെ മാറ്റട്ടെ, താഴ്ത്തട്ടെ. അതുപോലെ അവരുടെ ഗുഹ്യാവയവങ്ങളെ അവർ സൂക്ഷിക്കട്ടെ. സത്യവിശ്വാസികളോടും പറയുക, അവരുടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ, കാണാൻ പാടില്ലാത്തത് കാണാതിരിക്കട്ടെ, അവരുടെ ഗുഹ്യാവയവങ്ങളെ അവരും സൂക്ഷിക്കട്ടെ. ഇങ്ങനെ മനുഷ്യ ശരീരത്തിൽ തെറ്റ് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ അവയവങ്ങളും ആ തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നുള്ളതും ആ റമളാനിന്റെ നോമ്പിന്റെ ആ അനുഷ്ഠാനങ്ങൾ പൂർണ്ണമായി പാലിക്കുക എന്നുള്ളതുമൊക്കെ ഈ നോമ്പിന്റെ വിശിഷ്ടമായ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ് എന്നും, നോമ്പ് എന്ന് പറയുന്നത് കേവലം ഭക്ഷണപാനീയങ്ങൾ വർജിക്കലല്ല എന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ ഈ ഒരു നിഷ്ഠയോടുകൂടി, ഈ ഒരു ബോധത്തോടു കൂടിയായിരിക്കണം നമ്മൾ നോമ്പെടുക്കുന്നത്. നമ്മളുടെ കണ്ണുകൾ കാണുന്നത് നല്ല കാര്യങ്ങളായിരിക്കണം. ചിലപ്പോൾ ആളുകൾ സമയം കളയാൻ വേണ്ടിയിട്ട് നേരം വെളുത്തത് മുതൽ വൈകുന്നേരം വരെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എങ്കിൽ പിന്നെ അവർ വല്ല ടിവിയുടെ മുന്നിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് വീഡിയോ പ്രദർശനങ്ങളിലോ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് സമയം കൊല്ലുന്ന ആളുകളെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ യഥാർത്ഥത്തിൽ എങ്ങനെയുള്ള പരിപാടികൾ, എന്താണ് നമ്മൾ കാണുന്നത് എന്നതിനെ ആസ്പദിച്ച് വളരെയേറെ ഗുരുതരമായ കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് കേൾക്കുന്നതാവട്ടെ, ചെവി കൊണ്ട് കേൾക്കുന്നതാവട്ടെ, കണ്ണുകൊണ്ട് കാണുന്നതാവട്ടെ, നാവുകൊണ്ട് പറയുന്നതാവട്ടെ, എല്ലാം എല്ലാ അവയവങ്ങൾക്കും അവയുടേതായ നോമ്പുണ്ട്. ആ നോമ്പുകൾ ആ വിശുദ്ധിയോടുകൂടി നമ്മൾ അനുഷ്ഠിക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞ പ്രതിഫലമുണ്ടല്ലോ, വാരിക്കോരി കൊടുക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത്, ആ പ്രതിഫലങ്ങളെല്ലാം തന്നെ നമുക്ക് ലഭിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ റമളാൻ മാസം, ഒരു മാസത്തെ വ്രതാനുഷ്ഠാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയിരിക്കുകയാണ്. അത് ഒരു മാസം എല്ലാവരും അനുഷ്ഠിച്ചേ തീരൂ. പിന്നെ സുന്നത്തായ നോമ്പുകളൊക്കെ ഉണ്ട്, അത് സാധാരണഗതിയിൽ ആളുകളൊന്നും ചെയ്യാറില്ലാത്തതാണ്. പക്ഷേ അള്ളാഹുവിന്റെ പുണ്യം ലഭിക്കുന്നതിന് അങ്ങേയറ്റം സഹായകമായ ഒരു അമലാണ് നോമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിയിലും സമൂഹത്തിലും ഉണ്ടാക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ സാധിക്കാനാണ് ഈ നോമ്പ് കൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു മാസം നന്ന ചുരുങ്ങിയതെങ്കിലും ഒരു വിശ്വാസി നോമ്പെടുക്കണം ഒരു വർഷത്തിൽ എന്നാണ്. അയ്യാമം മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങളാണത്, എണ്ണപ്പെട്ട നാളുകളാണ്. അതൊക്കെ അള്ളാഹുവിന്റെ ആ കൽപ്പനയും ഉത്തരവും അനുസരിച്ചുകൊണ്ട് ചെയ്യേണ്ടതാണ്. നമ്മൾ തോന്നുന്ന സമയത്ത് തോന്നുന്നത് പോലെയല്ല ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങൾ. അതിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമയം നിശ്ചയിച്ചു. നിസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും സക്കാത്താണെങ്കിലും ഹജ്ജാണെങ്കിലും ഒക്കെ എല്ലാറ്റിനും സമയമുണ്ട്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. സത്യവിശ്വാസികൾ സമയബന്ധിതമായി ചെയ്യേണ്ട പ്രവൃത്തിയാണ് നമസ്കാരം എന്ന് പറയുന്നു. നോമ്പിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മാസം നമുക്ക് നിർണയിച്ചു തന്നു. ആ റമളാൻ മാസമാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് പറയുന്നു. അതുപോലെ ഹജ്ജ് നിർവഹിക്കേണ്ടത് അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത്,
അത് അറിയപ്പെടുന്ന മാസങ്ങളിലാണ് ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഹജ്ജിനെ ആ രൂപത്തിൽ നിർണയിച്ചിരിക്കുന്നു. സക്കാത്ത് ഒരു കൊല്ലത്തിൽ ആ കൊല്ലം നിർവഹിക്കേണ്ട എപ്പോഴാണ് സക്കാത്ത് ഒരു വ്യക്തി കൊടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും സമയവുമുണ്ട്. അപ്പോൾ അതനുസരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ചു തന്ന ആ കൽപ്പനകൾ പാലിക്കുക എന്നതാണ് അവന്റെ ദാസനായ എന്റെ ചുമതല എന്ന് ഓരോ മനുഷ്യനും ബോധമുണ്ടായിരിക്കണം. ഇങ്ങനെ മനുഷ്യനെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള തഖ്വായും ബോധവും ഭയവും ഉണ്ടാക്കിയെടുക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള അനുസരണത്തിലും അള്ളാഹുവിനോടുള്ള വിധേയത്വത്തിലും ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് നോമ്പിന്റെ മൗലികമായ ലക്ഷ്യം. നമ്മൾ നമ്മുടെ ജീവിതത്തിന് നമ്മുടേതായ ഒരു ചിട്ട വെച്ചിട്ടുണ്ട്. ആ ചിട്ട അനുസരിച്ചുകൊണ്ട് നമുക്ക് ഉറങ്ങാനും ഉണരാനും അതുപോലെ ഭക്ഷണം കഴിക്കാനും ഒക്കെ പ്രത്യേകമായ സമയങ്ങളുണ്ട്. അതനുസരിച്ചാണ് സാധാരണഗതിയിൽ നമ്മൾ ഭക്ഷണങ്ങൾ കഴിക്കുന്നതും ഓരോ ദിവസത്തെ അജണ്ട തയ്യാറാക്കുന്നതും. പക്ഷെ ഈ അജണ്ട അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മാസത്തേക്ക് മാറ്റുകയാണ്. അത് നിങ്ങൾ ഇങ്ങനെയുള്ള ഭേദഗതികൾ വരുത്തി ഇന്ന രീതിയിലാണ് ചെയ്യേണ്ടത് എന്ന് കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ അള്ളാഹുവിന്റെ പ്രീതിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിനും സ്വന്തം താല്പര്യങ്ങൾക്കും എതിരായ ഒരു ലൈൻ സ്വീകരിക്കാൻ, ഒരു സമ്പ്രദായം സ്വീകരിക്കാൻ തയ്യാറുണ്ടോ ഇല്ലേ? എനിക്ക് എന്റെ താല്പര്യവും എന്റെ സൗകര്യവുമാണോ വലുത്, അഥവാ എന്റെ സൃഷ്ടികർത്താവ് പറയുന്ന കാര്യമാണോ വലുത്? ഇതാണ് നോമ്പിൽ പരീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ഈ പരീക്ഷണം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദാസന്റെ അവന്റെ ത്യാഗസന്നദ്ധതയും അവന്റെ അനുസരണശീലവും പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ള ഒരു ട്രെയിനിങ് ഇതാണ് നോമ്പിലൂടെ നടത്തപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അടിസ്ഥാനപരമായ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോടുള്ള വിധേയത്വം, അവനോടുള്ള കൂറ്, അവനോടുള്ള ഭക്തി, അവന്റെ കൽപ്പനകൾ അനുസരിക്കാനുള്ള സന്നദ്ധത, ഇത് എത്രത്തോളം ഉണ്ട് എന്ന് പരീക്ഷിക്കപ്പെടുകയാണ് നോമ്പിലൂടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവന്റെ ആത്മീയമായ ഒരു ജീവിതം, നമ്മുടെ എല്ലാവരുടെയും ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവന്റെ ആത്മാവും ജഡവും കൂടി അടങ്ങുന്നതാണ് ഒരു മനുഷ്യൻ. നമ്മൾ മരണപ്പെടുന്നതോടുകൂടി നമ്മുടെ ആത്മാവ് വേർപ്പെടുന്നു, പിന്നീട് അവശേഷിക്കുന്നത് നമ്മുടെ ജഡമാണ്. അപ്പൊ ഈ ആത്മാവാണ് യഥാർത്ഥത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വ്യക്തിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നതും സ്വത്വം എന്നൊക്കെ പറയുന്നത് അവന്റെ ആത്മാവാണ്. അതുള്ളിടത്തോളം കാലം മാത്രമേ അവന് യഥാർത്ഥത്തിൽ അവന് പ്രസക്തിയുള്ളൂ, അവന് അസ്തിത്വവുമുള്ളൂ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഈ ആത്മാവിനെ ശുദ്ധീകരിക്കുക, പവിത്രമാക്കുക, അതിനെ കുറ്റമറ്റതാക്കി തീർക്കുക എന്നതിലാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം നിലകൊള്ളുന്നത്. വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി, ആ ആത്മാവിനെ സംസ്കരിച്ചെടുത്തവൻ അവൻ വിജയിച്ചു, അതിനെ മലിനപ്പെടുത്തുന്നവൻ അവൻ പരാജയപ്പെടുകയും ചെയ്തു. അപ്പൊ നമ്മുടെ ഈ ആത്മീയമായ വശം, ഈ ആത്മീയമായ വശത്തെ എപ്പോഴും തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയും അതിനെ പരിശുദ്ധപ്പെടുത്തുകയും അത് മാലിന്യങ്ങളിൽ പെട്ടുകൊണ്ട് അത് ദുഷിച്ചു പോകുന്നതിനെ സൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇതിനാണ് നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ ആരാധനാ കർമ്മങ്ങളുമൊക്കെ വളരെയേറെ സഹായകമാകുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാനും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധവും ഓർമ്മയും ഒക്കെ മനസ്സിൽ നമ്മുടെ ജീവിതത്തിൽ സജീവമായി നിലനിർത്താനും സഹായകമാകുന്ന ഒരു ഇബാദത്താണ് നോമ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുക, നമ്മുടെ ഇച്ഛകളെ കടിഞ്ഞാണിടുക, ഇത് വളരെയേറെ ആവശ്യമാണല്ലോ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. ഒരു മനുഷ്യന്റെ ഉയർച്ച, അവൻ ഉയർന്നു പോകുന്നത് അവന് ഈ കാര്യത്തിൽ എത്രത്തോളം കഴിവുണ്ട് എന്നതിലാണ്. മനുഷ്യനും മൃഗവുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മൃഗത്തിന് എന്താണോ തോന്നുന്നത് അത് അപ്പ ചെയ്യണം. അത് അപ്പ ചെയ്യുകയും ഒരു നിയന്ത്രണവുമില്ലാതെ കണ്ട് അത് അതിന്റെ ഇച്ഛകൾ പൂർത്തീകരിക്കുകയും ചെയ്യും. തിന്നണം എന്ന് തോന്നിയാൽ ആ മുന്നിൽ കാണുന്ന സാധനം ആരുടേതാണ്, എന്താണ്, തിന്നാൻ പാടുണ്ടോ, നശിപ്പിക്കാൻ പാടുണ്ടോ, ഇത് വലിയ ചെലവഴിച്ചുകൊണ്ട് ഒരു കർഷകൻ വളരെ പ്രയാസപ്പെട്ടുണ്ടാക്കിയ കൃഷിയാണോ, ഇതൊന്നും തന്നെ മൃഗത്തിന് ചിന്തയില്ല. തിന്നണം എന്ന് തോന്നുന്നു, എന്താണോ മുന്നിൽ കാണുന്നത് തിന്നുന്നു.
അതിന്റെ ശരീരത്തിന്റെ ലൈംഗിക ഇച്ഛ പൂർത്തിയാക്കണമെന്ന് തോന്നിയാൽ അത് എവിടെ വെച്ചും ആരുടെ മുന്നിൽ വെച്ചും ലൈംഗിക ഇച്ഛ അത് പൂർത്തീകരിക്കുന്നു. ഇത് മൃഗമാണ്. ഈ മൃഗം പോലെ തന്നെയാണ് മനുഷ്യൻ എന്ന് കാണുന്ന വലിയ ഒരു തത്വശാസ്ത്രം ഇന്ന് ലോകത്ത് ഉണ്ട്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവനും ഒരു മൃഗമാണ്. വ്യത്യാസം എന്ന് വെച്ചാൽ കാലിന്റെ എണ്ണത്തിൽ കുറവുണ്ടാകും. മനുഷ്യൻ ഇങ്ങനെ നേരെ നിൽക്കുന്ന സാധനമാണ്, മറ്റേത് 4 കാലിലാണ് സഞ്ചരിക്കുക എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നും, ആ രൂപത്തിൽ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു കേവലം മൃഗം എന്നുള്ളതല്ലാതെ അതിനപ്പുറം ഒരു സങ്കല്പവും ഒരു പവിത്രതയും ഒന്നും അതിന് വേണ്ട എന്നും, അതിനിങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ധാർമ്മിക വ്യവസ്ഥയോ അല്ലെങ്കിൽ ഒരു ജീവിതത്തിന് ഒരു പ്രത്യേകമായ ആദർശമോ പ്രത്യയശാസ്ത്രമോ ഒന്നും ആവശ്യമില്ല. അത് ഓരോരുത്തരും അവനവന്റെ ജീവിതത്തിന്റെ സുഖം എന്തിലാണോ, എങ്ങനെ ജീവിക്കുന്നതിലാണോ അങ്ങനെ ജീവിക്കുക എന്നതാണ് വേണ്ടത് എന്ന് വിശ്വസിക്കുന്ന വലിയ ഒരു വിഭാഗം ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ടുള്ള ഒരു ചിന്താഗതിയാണ് പരിശുദ്ധ ഇസ്ലാം മനുഷ്യന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. മനുഷ്യൻ അള്ളാഹുവിന്റെ ഉത്കൃഷ്ടമായ സൃഷ്ടിയാണ്. ആ സൃഷ്ടി അവന്റെ ജീവിതത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ബാധ്യസ്ഥനാണ്, ക്രമപ്പെടുത്താൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ ജീവിക്കുന്നതിലാണ് അവന്റെ ജീവിതത്തിന്റെ വിജയം നിലകൊള്ളുന്നത്. അല്ല എങ്കിൽ ജീവിതം പരാജയത്തിൽപ്പെടും. ഇങ്ങനെ ജീവിച്ചാൽ ഈ ഭൗതിക ജീവിതത്തിന് അപ്പുറത്ത് വേറെ ഒരു ശാശ്വതമായ ജീവിതമുണ്ട്. ആ ജീവിതകാലത്ത് അവന് സ്വർഗവും ശാശ്വതമായ സുഖവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഇതാണ് ഇസ്ലാമികമായ വിശ്വാസവും ഇസ്ലാം പഠിപ്പിക്കുന്ന മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തണമെന്നുണ്ടെങ്കിൽ അവന് പലതിനെയും നിയന്ത്രിക്കേണ്ടതുണ്ട്. അവന്റെ വികാരങ്ങളെ നിയന്ത്രിക്കണം, ഇച്ഛയെ നിയന്ത്രിക്കണം. ഇതെല്ലാം തന്നെ അള്ളാഹു പറഞ്ഞതനുസരിച്ചു കൊണ്ട് ക്രമപ്പെടുത്തി ഹലാല് ഹറാമുകളെ സൂക്ഷിക്കണം. ഇതിനൊക്കെ വളരെയേറെ സഹായകമാകുന്ന ഒന്നാണ് വ്രതാനുഷ്ഠാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളും ഒരുപാട് നേട്ടങ്ങളും ഒരുപാട് ലക്ഷ്യങ്ങളും ഈ വ്രതാനുഷ്ഠാനത്തിന്റെ പിറകിലുണ്ട്. അതൊക്കെ നേടിയെടുക്കാൻ നമ്മുടെ നോമ്പ് സഹായകമാകണം. ഈ പുണ്യങ്ങളെല്ലാം തന്നെ എനിക്ക് നേടിയെടുക്കാൻ സാധിക്കേണ്ടത് ഉണ്ട് എന്നുള്ള ബോധത്തോടു കൂടി പരമാവധി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ നിർബന്ധമാക്കിയ കാര്യങ്ങളും കൂടുതൽ കൂടുതൽ പുണ്യം നേടുന്നതിന് വേണ്ടി അവൻ നിശ്ചയിച്ചു തന്ന കർമ്മങ്ങളുമൊക്കെ ഏറ്റവും കൂടുതലായി അനുഷ്ഠിച്ചുകൊണ്ട് അവനിലേക്ക് മടങ്ങാൻ നമുക്ക് ലഭിച്ച ഈ സുവർണാവസരം നാം ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖും ഉദവിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.